ജിഷയുടെ ഘാതകൻ അമീർ ഉൽ ഇസ്ലാമിനെ അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബിൽ നിന്നും വലിയ സുരക്ഷയുടെ അകമ്പടിയോടെ പെരുമ്പാവൂർ കോടതിയിലേക്ക് എത്തിക്കും. 15 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് പോലീസ് ആവശ്യപ്പെടും. കോടതി പരിസരത്തു നിന്നുള്ള വിവരങ്ങളുമായി അലക്സ് ചേരുന്നുണ്ട്. അലക്സ്, നേരത്തെ നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങൾ പ്രകാരവും വലിയ തിരക്കാണ്, വലിയ ആൾക്കൂട്ടമാണ് കോടതി പരിസരത്ത് ഉള്ളത്. അവിടെ നിന്നുള്ള സ്ഥിതി എങ്ങനെയാണ്? വിവരങ്ങൾ. സൗമ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥിതിഗതികൾ ജനങ്ങൾ ഏതാണ്ട് കൈയടക്കിയെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം പോലീസ് കോടതി പരിസരത്ത് നിന്ന് പുറത്താക്കിയ ജനങ്ങൾ അല്ലെങ്കിൽ മതിൽ നിന്ന് പുറത്താക്കിയ ജനങ്ങൾ പ്രധാന റോഡ് വെക്കിൽ ഈ പ്രതിയെ വഹിച്ചുകൊണ്ട് കോടതിയിലേക്ക് വരുന്ന പ്രധാന റോഡിൽ തന്നെ ജനങ്ങൾ തമ്പടിച്ചിട്ടുണ്ട്. പോലീസ് വാഹനത്തിനകത്തേക്ക് കടന്നു പോകാനാകുന്ന തരത്തിൽ ജനങ്ങളെ നിയന്ത്രിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മതിലുകളിലും മരങ്ങളിലും കെട്ടിടങ്ങളിലും വീടുകളുടെ മുകളിലടക്കം ജനങ്ങൾ കയറിയിരിക്കുന്നുണ്ട്. പ്രതിയെ കാണുന്നതിനായി കയറിയിരിക്കുന്നുണ്ട്. അവർ കൂകി വിളിക്കുന്നുണ്ട്. മാത്രമല്ല പോലീസിന് അഭിനന്ദനങ്ങൾ എന്ന് കേരള പോലീസിന് അഭിനന്ദനങ്ങളെന്നും ചിലയിടങ്ങളിൽ നിന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത്തരത്തിലേക്ക് ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിസരത്തേക്ക് ഒഴുകി എത്തി എന്ന് തന്നെ പറയാം. അല്പനിമിഷത്തിനകം ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പ്രതിയെ പെരുമ്പാവൂരിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമുള്ള നടപടികളായിരിക്കും സൗമ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് പ്രതിയെ 15 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. കോടതി പ്രതിയെ ഒരുപക്ഷെ റിമാൻഡ് ചെയ്തതിനു ശേഷം പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഏറെയാണ് സൗമ്യ. ഒരുപക്ഷെ ഇതുവരെ ഈ 50 ദിവസത്തോളം ജനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ഭീതിയുടെ ഒക്കെ ഒരു പ്രതിഫലനമായി കൂടി വേണം അലക്സ് ഇത് കാണാൻ. കാരണം കഴിഞ്ഞ അന്വേഷണ സംഘം ഒരുപക്ഷെ ഇവരെയൊക്കെ പലരെയും പരിസരവാസികളെ അടക്കം ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോയതായി ഒക്കെ പരാതി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം വികാരങ്ങളുടെ ഒക്കെ ഒരു പ്രതിഫലനം കൂടിയാണോ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നത്? സൗമ്യ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ എടുത്തെടുത്ത് പറഞ്ഞതുപോലെ തന്നെ പല വിധത്തിലുള്ള ടോർച്ചറുകൾക്കും ഈ പ്രദേശത്തുള്ള ചില ജനങ്ങൾ അർഹരായി എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഏതാണ്ട് 2000-ഓളം പ്രതികളെ അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരെയോ സാക്ഷികളെയോ ഒക്കെയാണ് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ചിലരെ ദിവസങ്ങളോളം പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. അവർക്കുണ്ടായ മാനഹാനി അതിഭയങ്കരമാണ്. അവർ പ്രതികരിച്ചു തന്നെ അങ്ങനെയാണ്. മാത്രമല്ല പോലീസിന്റെ രേഖാചിത്രവുമായി സാമ്യമുണ്ട് എന്നുള്ള തലത്തിലേക്ക് പലരും അല്ലെങ്കിൽ പലരുടെ മുഖവുമായി ഇതിന് സാമ്യമുള്ള തലത്തിലേക്ക് വാർത്തകൾ വരുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് പേർ മാനസിക സംഘർഷവും പീഡനവും അനുഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങൾ ഈ പ്രദേശവാസികളായ ജനങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ വിരലടയാളങ്ങളടക്കം അവരുടെ മറ്റു ഫോറൻസിക് അടയാളങ്ങളടക്കം പോലീസ് പല തവണ ശേഖരിച്ചിരുന്നു. പല തവണ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പലരെയും ചോദ്യം ചെയ്തിരുന്നു. ഇത്തരത്തിൽ പോലീസ് ജിഷയുടെ സുഹൃത്തുക്കളെയും അയൽവാസികളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനിടയിൽ പലർക്കും ഇത്തരത്തിലുള്ള മാനഹാനികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ജിഷയുടെ മാതാവോ അല്ലെങ്കിൽ ജിഷയുടെ സഹോദരിയോ പോലും ഏതെങ്കിലും ഒരു നിമിഷം പോലീസിന്റെ സംശയ ദൃഷ്ടിയിലുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലേക്കെല്ലാം അവരൊക്കെ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് മാധ്യമങ്ങളുടെ പ്രതികരിച്ചു കണ്ടത് പോലും. അത്തരത്തിലേക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ രോഷം ഇതിലുണ്ട്. ഈ പ്രതി ആരാണ് ഇത് ചെയ്തത്? ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത അല്ലെങ്കിൽ സമൂഹത്തിൽ ഞങ്ങളുടെ വില ഇടിച്ചു കളയുന്ന തരത്തിലേക്ക് ഒരു നീക്കമുണ്ടാക്കിയ പ്രതി ആരാണ് എന്നതടക്കമുള്ള വലിയ രോഷം ഈ നാട്ടുകാർക്കുണ്ട്. അതെല്ലാം ഇവിടെ കൂടി നിന്ന് അവരുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങളിൽ നിന്ന് പ്രകടമാകുന്നുണ്ട് സൗമ്യ. അലക്സ്, അതായത് പോലീസിന് മുമ്പിലുള്ളത് വലിയ 2 കടമ്പയാണ്. പെരുമ്പാവൂരിലേക്ക് എത്തുമ്പോൾ പെരുമ്പാവൂർ കോടതിക്കുള്ളിലേക്ക് കയറ്റം നടപടിക്രമങ്ങൾ കഴിഞ്ഞ ശേഷം സേഫ് അയാളെ പുറത്തേക്ക് കൊണ്ടുപോവുകയും വേണം. ഇതിനിടയിലുള്ള നടപടിക്രമങ്ങൾ വളരെ ചുരുക്കിക്കൊണ്ട് ഉള്ളൊരു നടപടി ആയിരിക്കുമോ ഉണ്ടാവുക? കോടതി നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമോ ഉണ്ടാവുക അലക്സ്? സൗമ്യ, നിയമപ്രകാരം ഈ പ്രതിയെ ഹാജരാക്കേണ്ടത് കുറുപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ജഡ്ജിമാർ അവധിയായതിനാലാണ് ചൊവ്വാഴ്ച ദിവസം കഴിഞ്ഞ് ജഡ്ജിമാർ അവധിയായതിനാലാണ് പ്രതിയെ പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. അല്പം മുമ്പ് തന്നെ ജസ്റ്റിസായ വി മഞ്ജു കോടതിയിലേക്ക് എത്തി. അതുപോലെ തന്നെ സൗമ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി നടപടികൾ അധികം നീണ്ടുപോകാനുള്ള ഇടയില്ല. കോടതി നടപടികൾ അധികം വൈകാതെ തന്നെ അവസാനിപ്പിക്കും കോടതി എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രതിയായ അമീറുൽ ഇസ്ലാമിനകത്ത് പ്രവേശിപ്പിച്ചതിനു ശേഷം പോലീസ് തങ്ങൾക്ക് ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള കാര്യം കൃത്യമായി പോലീസ് അവതരിപ്പിക്കും. മാത്രമല്ല ഇയാളുടെ തലയിൽ കറുത്ത മുഖം മൂടി പുതച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇയാളെ ഇപ്പോഴും കൊണ്ടുവരിക. ഇയാളുടെ മുഖം പുറത്ത് കാണിക്കില്ല. മാധ്യമങ്ങൾക്ക് ഇയാളുടെ
മുഖം കാണിക്കാൻ പോലീസ് സന്നദ്ധമല്ല. പോലീസ് അതിന് തയ്യാറായില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള പരേഡ് അടക്കമുള്ള ചില തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അത്തരത്തിലേക്കുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് ഇയാളെ മാധ്യമങ്ങൾക്ക് മുന്നിലോ പൊതുജനങ്ങൾക്ക് മുന്നിലോ ഇപ്പോൾ പ്രദർശിപ്പിക്കില്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ കോടതിക്കുള്ളിൽ കയറി വളരെ പെട്ടെന്ന് തന്നെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇയാളെ കൊണ്ട് പുറത്ത് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. മാത്രമല്ല ജനങ്ങളെ കൃത്യമായി തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. കോടതി പരിസരത്ത് നിന്നും ഏതാണ്ട് 100 മീറ്റർ അകലത്തേക്ക് ജനങ്ങളെ പ്രധാന റോഡിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റി ജനങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ട്. വടംകെട്ടി ഇവർ മറ്റ് ആക്രമണങ്ങൾ കാണിക്കാതിരിക്കാനായി വടംകെട്ടി ഇവരിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് വരുന്നുമുണ്ട്. സൗമ്യ, അവിടെ ഇപ്പോൾ എത്ര പോലീസ് സേനകൾ കാണും? കൂടുതൽ ആളുകൾ ഒരുപക്ഷെ അലക്സ് പറഞ്ഞിരുന്നു രാവിലെ മുതൽക്കേ തന്നെ അവിടെ കോടതി വളപ്പിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരുന്നു, നാട്ടുകാർ എത്തിക്കൊണ്ടിരുന്നു എന്ന്. ഇപ്പോൾ കൂടുതൽ ആളുകളെ വിന്യസിക്കുക എന്നൊരു നടപടി തന്നെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസുകാരെ? സമയം തീർച്ചയായും ജനങ്ങൾ ഒന്നിനൊന്ന് കൂടുകയല്ലാതെ ജനങ്ങൾ ഇവിടെ നിന്ന് കുറയുന്നില്ല. പോലീസ് ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, പെരുമ്പാവൂർ തങ്ങളുടെ അയൽപക്കത്ത് അല്ലെങ്കിൽ തങ്ങളുടെ അയൽവാസിയെ തങ്ങൾക്ക് അറിയാവുന്ന പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി കൊന്നത് ആരാണ്, അയാളെ ഞങ്ങൾക്ക് കാണണം, അയാളുടെ മുഖം ഞങ്ങൾക്ക് കാണണം എന്നൊരു ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസുമായി ഇവർ സഹകരിക്കുന്നില്ലെന്ന് പറയാൻ സാധിക്കില്ല. പോലീസ് പറയുന്നതനുസരിച്ച് ഇവർ ഒതുങ്ങി മാറി നിൽക്കുന്നുണ്ട്. റോഡിന്റെ വശങ്ങളിലേക്ക് ഇവർ ചേർന്ന് നിൽക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞതനുസരിച്ച് ഇതുവരെയും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ നിന്ന് അവർ കൂകി വിളിക്കുന്നുണ്ട്, അവർ ഉറച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ പ്രതിയെ കാണണം, നിങ്ങൾ ഞങ്ങളെ തടയുന്നതെന്ന്. ചിലയിടങ്ങളിൽ നിന്ന് പോലീസിന് അഭിനന്ദനവും അർഹിച്ചുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്. അത് ഈ ജനങ്ങൾ അല്ലെങ്കിൽ ജനസംഖ്യയുടെ കൂടുന്നത് കൊണ്ട് തന്നെ പ്രദേശത്ത് പോലീസ് കൂടുതലായി വിന്യസിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്രമസമാധാന പിഴ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. ഇത്തരം ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ള പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പോലീസ് അത്തരത്തിലേക്ക് സുരക്ഷയിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസിന്റെ സ്ഥലത്തേക്ക് ആവശ്യമുണ്ടെങ്കിലും ഇവിടേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സൗമ്യ, ഒരുപക്ഷെ കേസിന്റെ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അലക്സ്. സാധാരണ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് എങ്കിൽ കൂടിയും അതിനും അപ്പുറത്തേക്ക് കേരളം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്ത ഒരു കേസ് കൂടിയാണ്. അതിന്റെ ഒരു പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും ഇതിന് പൂർണ്ണമായും ഉണ്ടാകുക എന്നുകൂടി സൂചനയില്ലേ? കാരണം പ്രതിയുടെ അറസ്റ്റ് അടക്കം പിന്നീട് ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ പോലും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് പ്രതിയെ കൊണ്ടുവന്ന് ഒരുപക്ഷെ ഈ ഒരു നേട്ടം അതേക്കുറിച്ച് സംസാരിക്കാനൊന്നും പോലീസ് തയ്യാറാകുന്നുമില്ല. ഒരുപക്ഷെ അതിന്റെ ഒരു ഗൗരവം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോലീസ് സേന പ്രവർത്തിക്കുന്നു കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? സൗമ്യ, കഴിഞ്ഞ 50 ദിവസമായി പോലീസ് ഈ കേസിന്റെ പിന്നാലെയുണ്ട്. ഏതാണ്ട് 200ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ ഈ കേസ് അന്വേഷിച്ചു പോയത്. ആസാം, ഒറീസ, ബീഹാർ, ഛത്തീസ്ഗഡ് തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇവർ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അത്തരത്തിലേക്ക് പോലീസിന്റെ അലക്സ് അതിനിടെയാണ് പ്രതിയെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഹെൽമെറ്റ് ധരിപ്പിച്ചാണ് പ്രതിയെ വാഹനത്തിനുള്ളിലേക്ക് കടത്തിയിരിക്കുന്നത്. ഉമേഷ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ? പ്രതിയെ ഹെൽമറ്റ് ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക വാഹനത്തിൽ കയറ്റിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അകമ്പടി വാഹനം ആദ്യം പുറപ്പെടുന്നു. അതിനുശേഷം പ്രതിയെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം പെരുമ്പാവൂർ കോടതിയിലേക്ക് പോകും. ഏറെ നേരം കാത്തിരുന്നതിന് ശേഷമാണ് പ്രതിയെയും കൊണ്ട് ഇപ്പോൾ വാഹനം പുറപ്പെട്ടത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോകുന്ന വഴിയിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം പോലീസ് ഒരുക്കുകയായിരുന്നിരിക്കണം. പെരുമ്പാവൂരിലെയും മറ്റും സുരക്ഷ പോലീസ് വിലയിരുത്തിയിരിക്കണം. ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഉറപ്പാക്കിയ ശേഷമാണ് ഇപ്പോൾ പ്രതിയെയും കൊണ്ടുള്ള വാഹനം പുറപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ പ്രതി അമീറുൽ ഇസ്ലാമിനെ ഈ പ്രത്യേക വാഹനത്തിൽ, പോലീസിന്റെ പ്രത്യേക വാഹനത്തിൽ, ബസ്സിൽ ഇപ്പോൾ കയറ്റിയിരിക്കുന്നു. മുഖം ഒരു തരത്തിലും കാണാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഹെൽമറ്റ് ധരിപ്പിച്ചിരിക്കുന്നത്. അകമ്പടി വാഹനം ഉടൻ പുറപ്പെടും. പുറകെ ഈ പോലീസ് വാഹനവും പുറപ്പെടും. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഉണ്ട്. DGP ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിനകത്താണ് ഉള്ളത്. ഇപ്പോൾ ഇതാ അകമ്പടി വാഹനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് പോകുന്നു. രണ്ട് അകമ്പടി വാഹനങ്ങളാണ് ആദ്യം ഇപ്പോൾ പോകുന്നത്. അതിന് പുറകെയായി വാഹനം പുറപ്പെട്ടിരിക്കുകയാണ്. ആലുവ പോലീസ് ക്ലബിൽ നിന്നും അമീറുൽ ഇസ്ലാമിനെ, ജിഷയുടെ ഘാതകനെ കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വലിയ സുരക്ഷയുടെ അകമ്പടിയോടെയാണ് ഇയാളെ കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോകുന്നത്. വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള ബസ്, ഒപ്പം തന്നെ ഹെൽമെറ്റ് ധരിപ്പിച്ചുകൊണ്ടാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. ഒരു വിധത്തിലും മറ്റുള്ളവർക്ക് മുൻപിൽ ഇയാളുടെ മുഖം കാണരുത്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ സുരക്ഷയുടെ ഭാഗമായി കൂടിയാണ് ഹെൽമെറ്റ് ധരിപ്പിച്ചുകൊണ്ടാണ് അമീർ ഉൽ ഇസ്ലാമിനെ കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. പോലീസ് വാഹനം, അതീവ സുരക്ഷയുള്ള പോലീസ് വാഹനത്തിലാണ് ഇയാളെ നിരവധി പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഇയാളെ കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലുവ പോലീസ് ക്ലബിൽ നിന്നും വാഹനം പുറപ്പെട്ടിരിക്കുന്നു. ഇനി 20 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പെരുമ്പാവൂർ ബസ്സിനുള്ളിൽ തറയിലായാണ് അയാളെ ഇരുത്തിയിട്ടുള്ളത്. അതാണ് നമുക്ക് ആ പുറപ്പെടുന്ന ദൃശ്യങ്ങളിൽ നമുക്കത് ക്ലിയർ ആവാഞ്ഞത്. അതാണ് വലിയ സുരക്ഷയുടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രകോപനം ഉണ്ടായാലോ എന്നൊക്കെ ഉള്ള നിരീക്ഷണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ കൂടി അയാളെ കൊണ്ടുവന്നത്. ഉമേഷ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ. ആലുവ പോലീസ് ക്ലബിൽ നിന്നും അമീർ ഉൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതീവ സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് അയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. പോലീസ് വാഹനത്തിൽ, പോലീസ് ബസ്സിൽ, വലിയ സുരക്ഷ ഒരുക്കിയിട്ടുള്ള പോലീസ് ബസ്സിൽ ഹെൽമെറ്റ് ധരിപ്പിച്ചാണ് അയാളെ കൊണ്ടുപോകുന്നത്. ബസ്സിൽ തറയിൽ ഇരുത്തിയാണ് അയാളെ കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷ്, ഒരു വിധത്തിലും മറ്റുള്ളവർ കാണാതെ, കാരണം പോലീസ് ഇവിടെ പറയുന്നത് വലിയ സുപ്രധാനമായ കാര്യമാണ്. തെളിവെടുപ്പ് നടക്കേണ്ടതുണ്ട്, തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും മാധ്യമങ്ങൾക്കായാലും മറ്റു ജനങ്ങൾക്കായാലും പ്രതിയുടെ മുഖം കാണരുത്, പ്രതിയെ തിരിച്ചറിയരുത് ആ വിധത്തിൽ എന്നുകൂടി ഉള്ള ഒരു നിശ്ചയദാർഢ്യം ഉള്ളത് കൊണ്ടാണ് പ്രതി ഇങ്ങനെ കൊണ്ടുപോയത്. ഉമേഷ്, അതുകൊണ്ട് തന്നെയാണ് പ്രതിയെ അതീവ സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിൽ പോലീസ് ഇപ്പോൾ കയറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പ്രതിയെ തിരിച്ചറിയൽ പരേഡ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രതിയെ ഹെൽമറ്റ് മുഖം മറച്ച് കറുത്ത തുണി മറച്ചുകൊണ്ടാണ് പ്രതിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഹെൽമറ്റ് തന്നെ ധരിപ്പിച്ചിരിക്കുന്നു. ഹെൽമറ്റ് ധരിപ്പിച്ച് പോലീസ് പ്രത്യേക വാഹനത്തിന്റെ അകത്ത് ഇരുത്തി അതീവ സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിൽ 2 അകമ്പടി വാഹനങ്ങളുടെ ആണ് ഇപ്പോൾ പെരുമ്പാവൂരിലേക്ക് പോയിരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ പെരുമ്പാവൂർ കോടതിയിൽ ഇയാളെ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ പോകുന്ന വഴിയിലെല്ലാം തന്നെ വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല പെരുമ്പാവൂർ കോടതി പരിസരത്ത് വലിയൊരു സുരക്ഷ, പോലീസിന്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. സൗമ്യ. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ ജിഷയുടെ ഘാതകനെ അമീർ ഉൽ ഇസ്ലാമിനെ അല്പസമയത്തിനകം തന്നെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. അതീവ സുരക്ഷയിൽ അയാളെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ആലുവ പോലീസ് ക്ലബിൽ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നു. ഹെൽമെറ്റ് ധരിപ്പിച്ചാണ് അയാളെ, വലിയ സുരക്ഷ ഒരുക്കിയിട്ടുള്ള ആ ബസ്സിൽ, നിരവധി പോലീസുകാരുടെ അകമ്പടിയിൽ ഉള്ള ആ ഒരു ബസ്സിൽ ഇയാളെ ഹെൽമെറ്റ് ധരിപ്പിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒപ്പം പോകുന്ന വഴിയിൽ കാര്യങ്ങൾ ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകാതിരിക്കാനായി തറയിൽ ബസ്സിൽ നിലത്ത് ഇരുത്തിയാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. അലക്സ് ചേർന്നുണ്ട് പെരുമ്പാവൂർ കോടതി പരിസരത്തു നിന്നുള്ള വിവരങ്ങളുമായി. അലക്സ്, ആലുവ പോലീസ് ക്ലബിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. ഇനി 20 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. വളരെ വേഗം തന്നെ അവിടെ എത്തും. പോകുന്ന വഴിക്കെല്ലാം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇനി ഏത് നിമിഷവും ഘാതകനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം അവിടെ എത്താം. അതിന്റെ ഒരു അവസാനവട്ട സുരക്ഷാ ഒരുക്കലുകളിലാണോ പോലീസ് ഉള്ളത്? അലക്സ്. സൗമ്യ, തീർച്ചയായിട്ടും നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇവിടുത്തെ ഒരു തിരക്ക് വ്യക്തമാണ്. കാരണം പെരുമ്പാവൂർ കോടതിയിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രം മാറിയാണ് ഈ ജനങ്ങളെ പോലീസ് നിയന്ത്രിച്ചിരിക്കുന്നത്. പോലീസിനെ റോഡിന്റെ വശത്തേക്ക് പോലീസ് മാറ്റി ഒതുക്കി നിർത്തി പോലീസ് അതിന് കനത്ത ബന്ദോബസ്ത് അല്ലെങ്കിൽ കാവൽ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിയെ ആലുവ പാലസ് പോലീസ് ക്ലബിൽ നിന്ന് പ്രതിയെ കൊണ്ടുള്ള വണ്ടി അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിയുടെ മുഖം പുറത്തു കാണിക്കാതിരിക്കാനായി പ്രതിയുടെ മുഖം മറച്ചുകൊണ്ട് ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നു എന്ന ഉമേഷ് അവിടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പ്രതി ആരാണ്, ഈ അന്യസംസ്ഥാന തൊഴിലാളി ആരാണ് എന്നത് ഇവർക്ക് അറിയണമെന്ന് ഇവർ രാവിലെ മുതൽ ഇവിടെ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്, പോലീസിനോട് പറയുന്നുണ്ട്. ഇയാൾ ആരാണെന്ന് നമുക്ക് അറിയണം. കാരണം പെരുമ്പാവൂരിൽ നിന്ന് മാത്രം തന്നെ ഏതാണ്ട് 2 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണുള്ളത്. ഇക്കൂട്ടത്തിൽ ആരായിരിക്കും? ചിലപ്പോൾ ഈ പ്രദേശത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ വസതികളിലോ അല്ലെങ്കിൽ മറ്റു തൊഴിലിടങ്ങളിലോ തൊഴിൽ ചെയ്യാൻ വന്ന ഒരു പ്രതിയായിരിക്കാം ഇയാൾ. അതുകൊണ്ട് തന്നെ ഇയാൾ ആരാണ് എന്ന് മാത്രമല്ല, തങ്ങൾക്ക് ഏറെ മാനഹാനി ഉണ്ടാക്കിയ പ്രതിയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളി. ഇയാൾക്കെതിരെയുള്ള പ്രതിഷേധവും രോഷവും ഇപ്പൊ എന്റെ പിന്നിൽ
കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് വ്യക്തമാണ്. കാരണം അത്രയേറെ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. 9 മണി മുതൽ തന്നെ ഈ ജനങ്ങൾ ഇവിടെ എത്തിത്തുടങ്ങിയതാണ്. അത് കഴിഞ്ഞവർ ഇവിടെ നിന്ന് അല്ലെങ്കിൽ 3 മണി കഴിയും പ്രതിയെ കോടതിയിലേക്ക് എത്തിക്കാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോയ ഇവർ ഏതാണ്ട് 1 മണിയോടുകൂടെ തന്നെ വീണ്ടും കോടതി പരിസരത്തേക്ക് തിരിച്ചു വന്നു. ഒരു 2 മണിയോടുകൂടെ തന്നെ പോലീസ് ഇവരെ കോടതി പരിസരത്ത് നിന്നും നിയന്ത്രിച്ച റോഡിന്റെ വശങ്ങളിലേക്ക് പുറത്തു കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടെ ജനങ്ങൾ പ്രായഭേദമന്യേ ഒരു വലിയ പുരുഷാരം തന്നെ ഈ പെരുമ്പാവൂർ കോടതി പരിസരത്തേക്ക് അല്ലെങ്കിൽ പെരുമ്പാവൂരിന്റെ കോടതി മുറ്റത്തേക്ക് ഒഴുകിയെത്തിയത് പറയാൻ സാധിക്കും. ഈ കോടതി അല്ലെങ്കിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മതിലുകളിലും മറ്റു കെട്ടിടങ്ങളുടെ മുകളിലുമെല്ലാം ഈ പ്രതി ആരാണെന്ന് കാണുന്നതിനുള്ള ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 20 മിനിറ്റിനകം ആലുവ പോലീസ് ക്ലബിൽ നിന്ന് പ്രതിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടേക്ക് എത്തും. മാത്രമല്ല ഇപ്പോൾ ഈ നിമിഷം പെരുമ്പാവൂരിലെ ഈ കോടതി മുറ്റത്ത് മഴ പെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും സംശയമാണ്. മാധ്യമങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഇത് ഇവിടെ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലേക്ക് മഴ പെരുമ്പാവൂർ കോടതി മുറ്റത്തേക്ക് എത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ മഴയത്ത് ആണ്. അതുപോലെ മറ്റു ജനങ്ങളും മഴയത്താണ്. ഇവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ സന്നദ്ധരല്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പോലും അല്ലെങ്കിൽ ഈ മഴയെത്തിയ സമയത്ത് പോലും നമുക്ക് പറയാൻ സാധിക്കുക. സൗമ്യ, ഒരുപക്ഷെ അലക്സ്, ഇനി അറിയേണ്ടത് എത്രത്തോളം എളുപ്പമാകും പ്രതിയെ അങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. കോടതി പരിസരത്തേക്ക് അലക്സ് സൂചിപ്പിച്ചതുപോലെയാണ് എങ്കിൽ കോടതി വളപ്പിൽ നിന്നും ആളുകളെ വടം കെട്ടി തിരിച്ചു മാറ്റിയെങ്കിൽ കൂടിയും ബസ് വരുന്ന വഴിയിൽ ആളുകൾ തടിച്ചു നിൽപ്പുണ്ട്. ഒപ്പം തന്നെ ബസ് വരുമ്പോൾ അതിനൊപ്പം അകത്തേക്ക് ആളുകൾ പോകാനുള്ളൊരു സാധ്യത, അതെത്രത്തോളം എളുപ്പമാകും ഇതൊക്കെ തടയുന്ന കാര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം? അത് പോലീസിനൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം നേരത്തെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വളരെ വ്യക്തമാണ്. ഇത് എത്രത്തോളമാണെന്ന് എൻ്റെ പിന്നിലുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. കാരണം ജനങ്ങൾ റോഡിൻ്റെ ഒരു വശത്തേക്ക് പോലീസ് ഒതുക്കിയ ജനങ്ങൾ ഒരു വശം മുതൽ അങ്ങ് അറ്റം വരെ നമുക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിലേക്ക് അങ്ങ് അറ്റം വരെ ജനങ്ങൾ അണിനിരന്നിട്ടുണ്ട്. അത് മാത്രമല്ല തൊട്ട് മുകളിലുള്ള കെട്ടിടങ്ങളിലും മറ്റു വീടുകളുടെ മുകളിലും ജനങ്ങൾ എത്തിയിട്ടുണ്ട്. മഴയെ പോലും ഇവർ അവഗണിക്കുന്നു. ഇവർ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് പോലീസിന് വ്യക്തമല്ല. ചെറിയ മെറ്റലുകളോ അല്ലെങ്കിൽ പാറക്കല്ലുകളോ ചല്ലുകളോ ഉള്ള ഭാഗത്തു നിന്ന് ജനങ്ങളെ പോലീസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം പോലീസിനോ അല്ലെങ്കിൽ പ്രതിക്ക് നേരെയോ ഈ കൂടി നിൽക്കുന്ന ജനങ്ങൾ കല്ലെറിയാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. പോലീസിന്റെ കയ്യിൽ ഷീൽഡ് അതുകൊണ്ടാണ് പോലീസ് കരുതിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ ഇവിടെ കൂടുതലേക്ക് എത്തിയത് മുതൽ പോലീസ് സന്നാഹത്തെ കൂടുതലായി ഇവിടെ വിന്യസിക്കുന്നു. വരുന്ന പോലീസുകാരുടെ കയ്യിൽ ഷീൽഡ് ഉണ്ട്. ഇത് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. ഒരുപക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ കല്ലേറുണ്ടാകാം, ചിലപ്പോൾ തെറിവിളിയോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ചില നടപടികളോ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാം. ഇനി കയ്യേറ്റം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യം പോലീസ് ഇതിനോടൊക്കെ തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു കേസായതിനാൽ തന്നെ പോലീസ് അതിനോടൊപ്പം തന്നെ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സൗമ്യ, ഒരുപക്ഷെ മെയിൻ റോഡിൽ നിന്നുള്ള ഒരുപക്ഷെ ആ വരുന്ന വഴി മുതൽക്കേ തന്നെ ഈ 20 കിലോമീറ്റർ അടക്കം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ ഭാഗത്തായിരിക്കും ഈ ദുർഘടമാകുക അങ്ങോട്ടുള്ള യാത്ര, പ്രത്യേകിച്ച് കോടതി വളപ്പിൽ എത്തുന്നിടം വരെ മെയിൻ റോഡിൽ നിന്നും എത്ര ദൂരം ഈ വിധത്തിൽ കൂടുതൽ സുരക്ഷ ഒരുക്കേണ്ട ഒരു ഭാഗമുണ്ട് അലക്സ്? സൗമ്യ, ആലുവ പോലീസ് ക്ലബിൽ നിന്ന് 20 മിനിറ്റ് സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ പെരുമ്പാവൂരിലെ ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ഈ പോലീസ് ക്ലബിൽ നിന്ന് പ്രതി പുറപ്പെട്ട അറിഞ്ഞു തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ വഴിവെക്കലടക്കം ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവർ ഈ പ്രതിക്ക് നേരെ എന്തെങ്കിലും അതിക്രമങ്ങൾ കാട്ടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ബന്ധവസായ പോലീസ് വണ്ടിയിലാണ് പ്രതിയെ കൊണ്ടുവരുന്നത്. മാത്രമല്ല പ്രതി ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ പ്രതിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ജനങ്ങൾ കൂടി നിൽക്കുന്ന ഈ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ റോഡിന്റെ ഈ വക്കത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലേക്ക് തിരിയുമ്പോൾ ജനങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സ്ഥിതിയിലാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾ വണ്ടിക്ക് നേരെ പാഞ്ഞെടുത്തേക്കാം. അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല. പക്ഷേ പോലീസ് കനത്ത സുരക്ഷ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തി പോലീസ് ഒരു വലയം തീർത്തിട്ടുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് ജനങ്ങൾ. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നിയന്ത്രിക്കാനാകാത്ത തരത്തിലൊരു നീക്കമുണ്ടായി കഴിഞ്ഞാൽ അത് പോലീസിന് വലിയ നാണക്കേട് തന്നെയാകും. അതും പോലീസ് തങ്ങളുടെ മുന്നൊരുക്കത്തിൽ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകുമെന്ന് തന്നെ പറയാം. സൗമ്യ, മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പോലീസിന്റെ നിലപാട്? പ്രത്യേകിച്ച് ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകരെ ഇയാളുടെ മുഖം കാണിക്കില്ല നടക്കമുള്ള കാര്യങ്ങൾ കൂടി നിലവിലുണ്ട്. നമ്മൾക്ക് ഒരുപക്ഷെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനൊക്കെ നിയന്ത്രണം ഉണ്ടോ? കോടതി പരിസരത്തേക്ക് കയറുന്നതിനൊക്കെ നിയന്ത്രണമുണ്ടോ അലക്സ്?
സൗമ്യ, കോടതിക്കുള്ളിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, മാധ്യമങ്ങളകത്തേക്ക് കടത്തിവിടില്ല. മാത്രമല്ല ഈ പ്രതിയുടെ മുഖം പോലീസ് പുറത്തു കാണിക്കില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇയാളുടെ മുഖം ഈ സമയം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് ഇയാളെ തിരിച്ചറിയുന്നതിനുള്ള തിരിച്ചറിയൽ പരേഡിൽ ഇത് ദോഷമായി ബാധിക്കും. മറ്റു തെളിവ് ശേഖരിക്കുന്നതിൽ ഇത് ചെറിയ പ്രശ്നം സൃഷ്ടിക്കും. മാത്രമല്ല പോലീസ് ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അതായത് ഇന്നലെ കണ്ടെടുത്ത പ്രതി കൊലയ്ക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. പക്ഷേ ഈ കത്തി പ്രതി താമസിച്ചിരുന്ന ഈ വീട്ടിൽ നിന്ന് പ്രതി കാണാതായതിനു ശേഷം ഇയാൾ ഒളിവിൽ പോയതുമായിട്ടുള്ള വിവരങ്ങൾ വീട്ടുടമ പോലീസുമായി കൈമാറിയിട്ടില്ല. ഇത് ഇയാൾ ഷെയർ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ചില സങ്കീർണതകൾ കൂടി ഇതിൽ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് പൂർണ്ണമായി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഉയരാവുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ പോലീസ് ഇയാളെ കോടതിയിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമ നടപടികൾ അല്ലെങ്കിൽ തെളിവ് ശേഖരിക്കൽ ഇതിന് മുന്നോടിയായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇയാളുടെ മുഖം ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലും കാണിക്കില്ല എന്ന് തന്നെ നമുക്ക് അറിയാം. സൗമ്യ, അലക്സ, കോടതിയിലെ പ്രോസസ് എത്ര നേരം ഉണ്ടാകും? നേരത്തെ സൂചിപ്പിച്ചത് തന്നെ വളരെ പെട്ടെന്ന് തീരുമാനം എടുത്ത് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള തീരുമാനം എടുക്കുകയായിരിക്കും കോടതി ചെയ്യുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കോടതി മുറിക്കകത്ത് പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലക്സ്, സൗമ്യ, ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 5:30 മണിയോടുകൂടിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യം 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് നമ്മൾ വ്യക്തമാക്കിയിരുന്നു, ചിലപ്പോൾ ഒരുപക്ഷെ 3 മണിക്ക് പുറത്ത് പോയേക്കാം പ്രതിയെ ഇവിടെ എത്തിക്കുമ്പോൾ. 5:30 മണിയോടുകൂടെ അല്ലെങ്കിൽ 5 മണിയോടുകൂടെ ആയേക്കാം പ്രതിയെ ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുക. പക്ഷേ കോടതി നടപടികൾ അധികം വൈകാൻ സാധ്യമല്ല. കോടതി നടപടികൾ പേരിന് വേണ്ടി മാത്രം കോടതി നടപടികൾ നടന്ന പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് പിരിയും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജഡ്ജി അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ജഡ്ജി വി മഞ്ജു നേരത്തെ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് കോടതി നടപടികളിലേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരുക്കമാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഒരു വലിയ കടമ്പ. ഈ പുരുഷാരത്തെ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രതിയെ എങ്ങനെ കോടതിക്ക് അകത്തെത്തിക്കും, കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇയാളെ കൊണ്ടുപോകും എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിക്കുന്ന വലിയ ചോദ്യം. കോടതി വ്യവഹാരത്തെ സംബന്ധിച്ച് പോലീസിന് വലിയ സംശയങ്ങളോ വലിയ പേടിയോ ഒന്നുമില്ല. കാരണം പോലീസ് 15 ദിവസത്തേക്ക് ഇയാളെ റിമാൻഡിന് വിട്ടുകിട്ടണമെന്ന് പോലീസ് ആവശ്യപ്പെടും കോടതിയോട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില തെളിവുകൾ, സാങ്കേതിക തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇയാളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് പോലീസ് ഒരു നടപടി സ്വീകരിക്കും. കോടതി നടപടികൾ അധികം വൈകാൻ സാധിക്കില്ല. സൗമ്യ, ഒരുപക്ഷെ അലക്സ, ഇയാളെ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിൽ കാണിക്കാത്തതിൽ വലിയൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസമോ നാട്ടുകാർക്കിടയിലൊക്കെ എങ്കിലും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട്. കാരണം ഇയാൾ പറയുന്നത് പ്രകാരം മുൻവൈരാഗ്യമാണോ കൊലയ്ക്ക് നിദാനമായത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാഹ്യ പ്രേരണയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തത വരാനുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല, പിന്നീട് മൊഴി മാറ്റി പറയുന്നൊരു കാര്യമുണ്ടായി, കൊലപാതകത്തിന് ഉപയോഗിച്ച മാരകായുധങ്ങളുടെ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെയും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു അന്വേഷണത്തിലെ രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ടുകൂടിയാകാമോ ഇപ്പോൾ പ്രതിയെ ആളുകൾക്ക് മുൻപിൽ റിവീൽ ചെയ്യേണ്ട എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സാഹചര്യം? സൗമ്യ, തീർച്ചയായും ഈ കേസിൽ ഒരുപാട് സങ്കീർണതകൾ ഒളിച്ചിരിപ്പുണ്ട്. പ്രതി പിടിയിലായതിനു ശേഷം അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് നിന്ന് പ്രതി പോലീസിന്റെ പിടിയിലായതിനു ശേഷം പ്രതി പോലീസിന് നൽകിയ മൊഴികൾ പോലീസ് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല. പൂർവ്വവൈരാഗ്യമാണ് പ്രതിക്ക് ജിഷയോട് ഉണ്ടായിരുന്നതായി പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ ഈ പൂർവ്വവൈരാഗ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ദ്വിഭാഷിയോട് പ്രതി പറഞ്ഞ കഥ അത്ര വിശ്വസനീയമായി പോലീസ് കാണുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്, ഇല്ലെങ്കിൽ വ്യത്യസ്തമായ സംസ്കാരത്തിൽ വളർന്ന, വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ വളർന്ന ഒരു അന്യസംസ്ഥാനക്കാരനാണ്. അപ്പോൾ അത്തരത്തിലേക്ക് ഇങ്ങനെ ഒരു പൂർവ്വ വൈരാഗ്യം പ്രതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. മാത്രമല്ല പോലീസ് ഈ ലൈംഗിക വൈകൃതങ്ങളിൽ തൽപരനായിരുന്ന ആളായിരുന്നു പ്രതി. ഇത്തരത്തിലുള്ള ഇയാൾക്കെതിരെ ഇയാളുടെ സ്വദേശമായ ആസാമിലടക്കം നിരവധി കേസുകളുണ്ട്. അപ്പോൾ പോലീസ് ഈ കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലേക്കൊരു പൂർണ്ണ തോതിൽ തങ്ങൾക്ക് നേരെ ഉയരാവുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസിന്റെ കടമ തന്നെയാണ്. ഈ 51 ദിവസം, ഇന്ന് ജിഷ കൊല്ലപ്പെട്ട 51ാം ദിവസമാകുമ്പോൾ ഈ പിടിയിലായ പ്രതി അല്ലെങ്കിൽ ഈ പ്രതി എന്ന തരത്തിലേക്ക് ഒരാളിനെ പിടിയിലാക്കിയതല്ല, മറിച്ച് ഇയാൾ തന്നെയാണ് കൃത്യം നിർവഹിച്ചത് എന്നതടക്കമുള്ള പൂർണ്ണമായ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പോലീസിന് വേണ്ടതുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ, അതായത് DNA പരിശോധനാ ഫലം അടക്കമുള്ള ഫോറൻസിക് തെളിവുകളെല്ലാം ഈ പോലീസിന്റെ അന്വേഷണത്തെ സാധൂകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് പൂർണ്ണമായ ഉത്തരം ഇതിൽ കണ്ടെത്തിയതിനു ശേഷം പ്രതിയെ നിയമത്തിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ഹാജരാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു ഘട്ടത്തിൽ പ്രതിയുടെ മുഖം
ജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടി ഉണ്ടാവില്ല സൗമ്യ. ഒരുപക്ഷെ പ്രതിയെ പിടികൂടിയ ഒരു രീതി കൂടി പരിശോധിക്കപ്പെടേണ്ടത്. നമുക്കറിയാം, ആദ്യ അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും പ്രതിയെ പലയിടത്തു നിന്നും പിടികൂടി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പിന്നീട് സ്ഥിരീകരിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. സമീപവാസികളായ നിരവധി ആളുകളെ ആ വിധത്തിൽ നിരവധി ദിവസം കസ്റ്റഡിയിൽ വെക്കുന്നു, ചോദ്യം ചെയ്യുന്നു. എന്തിന് ജിഷയുടെ അമ്മയെയും സഹോദരിയെയും പോലും സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്ന രീതിയിൽ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണങ്ങൾ പോകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നും വിഭിന്നമായി വളരെ തന്ത്രപൂർവ്വം പ്രതിയെ പിടികൂടിയ പുതിയ സംഘത്തിന്റെ അന്വേഷണ രീതി, ഒരുപക്ഷെ ഈ രണ്ട് അന്വേഷണ രീതിയും തന്നെ പരിശോധിക്കുമ്പോൾ ഈ സംഘം ഒരുപക്ഷെ അർഹിക്കുന്ന ഈ ഒരു പ്രശംസയുടെ ഒക്കെ പിന്നിൽ അതുകൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? സൗമ്യ, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു കേസായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക് പോലീസ് എത്തിപ്പെട്ടതും വളരെ സങ്കീർണതകൾക്കും വളരെയേറത്തെ അല്ലെങ്കിൽ 51 ദിവസത്തെ അന്വേഷണങ്ങൾക്കും ശേഷമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും പോലീസിന്റെ സംശയ പട്ടികയിലോ മുൾമുനയിലോ നേരത്തെ തന്നെ അണിനിരന്നിട്ടുണ്ട്. അതിൽ പ്രതിയുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരി അമ്മയുടെ മൊഴികൾ പല രീതിയിലും പോലീസ് സംശയത്തോടെയാണ് നോക്കേണ്ടത്. മാത്രമല്ല, ജിഷയുടെ സഹോദരി ദീപയുടെ മൊഴികൾ പോലീസ് പല സമയങ്ങളിലും മുഖവിലക്കെടുത്തിരുന്നില്ല. ഈ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, മറ്റു ചില ഇടങ്ങളിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരങ്ങൾ, അയൽപക്കത്ത് നിന്ന് ലഭിച്ച വിവരങ്ങളെല്ലാം പോലീസിനെ ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ പോലീസിനെ അന്വേഷണത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്ര ദിവസം ഈ കേസ് അന്വേഷണത്തിന്റെ തുമ്പ് കണ്ടെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതെന്ന് പറയാൻ സാധിക്കും. മാത്രമല്ല, ഈ കേസ് അന്വേഷിച്ചു തുടങ്ങിയ പ്രാരംഭഘട്ടത്തിൽ ലോക്കൽ പോലീസ് വരുത്തിയ തെളിവ് ശേഖരിക്കുന്നതിൽ വരുത്തിയ വലിയ വീഴ്ച ഈ 51ാം ദിവസം അലക്സിലേക്ക് എത്താം. അവിടെ ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ അലക്സ് തുടർന്നോളൂ. ഒരുപക്ഷെ കടുത്ത അലക്സിലേക്ക് എത്താം.